രേണുസുതി രേണുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു അവസ്ഥയിൽ പോലും ഇവരെ അനാവശ്യമായിട്ട് ഓരോ കമൻറ്റുകളിട്ട് ഇവരെ ഈ ഒരു തരത്തിൽ ആവശ്യമില്ലാത്ത രീതിയിൽ ഇട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഒരു പരിതാപകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കാരണം അവർ എന്തോ ചെയ്തു, അവർ ഈ പറയുന്ന രീതിയിൽ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്നത് എന്തുകൊണ്ട് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്. കാരണം അവർ ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ തന്നെ റിക്കവറായി വരട്ടെ, എന്നിട്ട് എന്തെങ്കിലും പറയുകയെടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ പോലും അവർ ഇത്രത്തോളം അങ്ങ് കുറ്റം പറയാനും ഇത്രത്തോളം അങ്ങ് നെഗറ്റീവ് അടിച്ച് ആ ഒരു തരത്തിലോട്ടുള്ള ഒരു വിമർശനങ്ങൾ ഈ പറയുന്ന രീതിയിൽ കമൻറ്റുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനൊരു കമൻറ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം. രേണുവിനെ കുറിച്ച് ഒരാളുടെ കമൻറ്റാണ്, ഞാനത് വായിക്കുന്നില്ല. ഇതാണ് ആ കമൻറ്റ് എന്ന് പറയുന്ന സംഭവം. ഇത് രേണു തന്നെയാണ് രേണുവിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കിട്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ രേണുവിൻ്റെ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ രേണു ഇതിന് മുന്നേ ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളൊക്കെ പറന്നിടുന്ന തരത്തിലോട്ടൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരുപാട് പേര് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനിടയിലും കുറേ പേര് ഇപ്പോഴും രേണുവിന് നെഗറ്റീവ് അടിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്നവരുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കമന്റ് സെക്ഷൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ചില വീഡിയോസ് ഒക്കെ വരുമ്പോഴത്തേക്കും അതിന് താഴെ വരുന്ന കമന്റുകളൊക്കെ തന്നെ വായിച്ച് നോക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എന്തിനാണ് ഇവർ ഇങ്ങനെ ഈ വ്യക്തിയെ ഈ ഒരു തരത്തിൽ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വിട്ടേക്ക്, പ്രശ്നമില്ല. കാരണം എല്ലാവരും ഒരുപോലെ ഒരാളെ ഇഷ്ടപ്പെടണമെന്ന് ഒരിക്കലും നിർബന്ധിക്കാൻ പറ്റത്തില്ല. പലർക്കും പല കാഴ്ചപ്പാടാണ്, പല രീതികളാണ്. അത് മാത്രമല്ല രേണു മുൻപ് എങ്ങനെയായിരുന്നു, മുൻപ് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് എന്നൊക്കെ തന്നെ എല്ലാവർക്കും അറിയാം. ഓക്കെ, അതൊക്കെ ആ ഒരു സമയത്തെ കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അവർ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അതിനും നെഗറ്റീവ് പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഉള്ള അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം നിലവിലത്തെ സിറ്റുവേഷനിൽ അവരെ കുറ്റം പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർ മുന്നോട്ട് പോട്ടെ, ഈ ഒരു കാര്യത്തിൽ നിന്ന് അവർ റിക്കവറായി വരട്ടെ. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം അവർക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിനിടയിലും ഈ പറയുന്ന കമന്റുകളൊക്കെ തന്നെ അവരെ എത്രത്തോളം വേദനിപ്പിക്കുന്നു എന്നുള്ളത് അവരാ എഴുതി ചേർത്തിരിക്കുന്ന കാര്യത്തിൽ നിന്ന് തന്നെ വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം അവരെ അത് എത്രത്തോളം വേദനിപ്പിക്കുന്നു എന്നത്. അത് മാത്രമല്ല, ഈ കമന്റ് ഇടുന്നവർ ഒരു മര്യാദയ്ക്ക് ഒരു മയത്തിലൊക്കെ കമന്റ് ഇട്ടു പോയി. എന്തിനാണ് ഇതുപോലുള്ള കമന്റുകളൊക്കെ ഇടുന്നത്? അവർ ജീവിച്ച് പോട്ടെ, എന്തിനാണ് അവർക്കെതിരെ ഇതുപോലുള്ള കമന്റുകളൊക്കെ ഇടാനായിട്ട് നിൽക്കുന്നത്? കഷ്ടമാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ മനസ്സുള്ളവരാണ് നമ്മളെ ചുറ്റും ഉള്ളത് എന്നാണ് ആലോചിക്കേണ്ടിയിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം അമ്മാതിരി ആ ഒരു മൈൻഡാണ് ഓരോരുത്തർക്ക് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ രേണുവിനെ കുറിച്ച്, അതായത് രേണു തന്നെയാണ് രേണുവിനെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷൻ. കാരണം വീഡിയോസ് ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തിടാതിരിക്കുക. അതോടൊപ്പം തന്നെ രേണുവിന് സമാധാനം, മനസ്സമാധാനം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ രേണു ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയ കുറച്ചൊന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഈ പറയുന്ന രീതിയിൽ വീഡിയോസ് ഒരുപാടൊന്നും ഇടാതെ കുറച്ചൊന്ന് ഒരു ഗ്യാപ്പ് ഇടുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ പറയുന്ന കമൻറ്റുകളൊന്നും ശ്രദ്ധിക്കാതിരിക്കുക. എന്തിനാണ് ഈ കമൻറ്റുകൾ ശ്രദ്ധിക്കുന്നത്? എന്തിനാണ് ഈ കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കാൻ നിൽക്കുന്നത്? അത് കുറച്ച് നാളത്തേക്കെങ്കിലും രേണു ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. കാരണം രേണു ഈ പറയുന്ന മാതിരി മനസ്സമാധാനമാണ് മുഖ്യമെങ്കിൽ അതാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അല്ലാതെ ഈ ഒരു സിറ്റുവേഷനിൽ കമന്റ് ബോക്സ് എന്ന് തുറന്ന് നോക്കി എന്തൊക്കെ കമന്റുകൾ ഇടുന്നു എന്നുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പലതരത്തിലുള്ള കമന്റുകൾ പലരും ഇടും. അത് കണ്ട് വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ അത് കണ്ട് ഇതായിട്ടോ ഒരു കാര്യമില്ല. അങ്ങനെ രേണുവിന് മനസ്സമാധാനം വേണമെന്ന് രേണു ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. മാക്സിമം റെസ്റ്റ് എടുക്കാൻ നോക്കുക. മാക്സിമം ഇതുപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കമന്റ് സെക്ഷൻ എന്ന് പറയുന്ന സാധനമേ നോക്കാതിരിക്കുക. അല്ലെങ്കിൽ ആ കമന്റ് ഓഫ് ആക്കിയിടുക. ഇതാണ് വേണ്ടതെന്ന് പറയുന്നത്, മനസ്സമാധാനം കിട്ടണമെങ്കിൽ.